ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ടോം ആൻഡ് ജെറി കോംബോ ആണ് നമ്മുടെ അനീഷും ഷാനവാസും. ഇപ്പോൾ ഇതാ ലൈവില് ഷാനവാസും അനീഷും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷാനവാസ് വല്ലാണ്ട് അങ്ങോട്ട് നമ്മുടെ അനീഷിനെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നമ്മുടെ അനീഷും ഷാനവാസും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുവരും തമ്മിൽ കോടന്നൂരിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ അനീഷിന്റെ നാടാണല്ലോ കോടന്നൂർ. അപ്പൊ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, നീ എന്തിനാ ആ നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്നും പോകുന്നത് എന്ന്. അനീഷെ, നീ എന്തിനാണ് ആ കോടന്നൂരിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചത്? അവിടെ എത്ര നല്ല മനുഷ്യരുണ്ട്. അവരെയൊക്കെ നീ ഒരൊറ്റ ഒരാൾ കാരണമല്ലേ ഈ പറയിപ്പിക്കുന്നത്? നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ ഷാനവാസ് അനീഷിനോട് ചോദിച്ചത്. ഇതിന് നല്ല തക്ക മറുപടി തന്നെ നമ്മുടെ അനീഷ് തിരിച്ചും കൊടുക്കുന്നുണ്ട്. അനീഷിന്റെ വാക്ക് ഇങ്ങനെയായിരുന്നു, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? കോടന്നൂരിൽ ഒരുപാട് നല്ല ജനങ്ങളുണ്ട്, ഞാനും അതിൽ പെട്ടത് തന്നെയാണ്. ഞാൻ ഒരിക്കലും എന്റെ നാടിനെ ഇതിലേക്ക് വലിച്ചയച്ചിട്ടില്ല. നീ അത് ചെയ്യാൻ ശ്രമിക്കുകയും വേണ്ട. ഇനി നീ അത് ചെയ്യുകയാണെങ്കിൽ എന്റെ വായിരിക്കണം, നീ കേൾക്കണമെന്ന് അനീഷ് തിരിച്ചും പറയുന്നുണ്ട്. മറുപടി കിട്ടിയിട്ട് നമ്മുടെ ഷാനവാസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഷാനവാസ് വീണ്ടും അതിൽ പിടിച്ച് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ നാടിനെ എങ്ങനെ പറയിപ്പിക്കുന്നത് എന്നൊരു ഒരുപാട് തവണ നമ്മുടെ ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ അനീഷിന്റെയും സ്വഭാവം മാറി. ഭീഷണിയുടെ സ്വരത്തിലാണ് നമ്മുടെ അനീഷ് ഷാനവാസിന് മറുപടി നൽകിയത്. ഷാനവാസെ, ഇനി നീ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുമെന്ന്. ഞാൻ ഈ പറഞ്ഞത് നീ ഓർത്തു വെച്ചോ. എപ്പോഴാണ് എന്റെ ക്ഷമ കെടുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ ക്ഷമ കെട്ട് കഴിഞ്ഞാൽ, എന്റെ ക്ഷമയെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഗെയിം കളിക്കാൻ നിനക്ക് നിന്റെ നാവ് ഉണ്ടാകില്ല. ഞാൻ ഈ പറയുന്നത് നീ എന്നും ഓർത്തു വെച്ചോ. ഇനി നീ വല്ലാതെ കളിച്ചാൽ ഞാൻ അത് ചെയ്യും എന്നാണ് നമ്മുടെ ഷാനവാസിനോട് അനീഷ് പറഞ്ഞത്. എന്നാൽ അപ്പോഴും നമ്മുടെ ഷാനവാസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഷാനവാസ് വീണ്ടും പറയുന്നുണ്ട്, നീ എന്തിനാണ് ആ നാട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചത് എന്ന്. അപ്പൊ നമ്മുടെ അനീഷ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അവിടെയുള്ളവരെ ഒന്നും പറയിപ്പിച്ചിട്ടില്ല. അവിടെയുള്ളവരൊക്കെ തന്നെ നല്ല മനുഷ്യരാണ്. എന്തായാലും നിന്നെ പോലെ ഉള്ളവരെ ഒന്നും ആ നാട്ടിലേക്ക് കാല് കുത്തിക്കില്ല എന്ന് നമ്മുടെ അനീഷ് പറഞ്ഞു. ഇതോടെ ഷാനവാസും അനീഷും തമ്മിലുള്ള തർക്കം തീർന്നു എന്നുണ്ടെങ്കിൽ പോലും ഇരുവരും വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ്. ഇതിന്റെ അവസാനം എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.